ഹലോ ഗൈസ്, നമ്മളതാ ബ്ലാസ്റ്റ് സിനിമ വന്നിട്ടുണ്ട്. നല്ല കടുത്ത റിവ്യൂ കണ്ടതിന് ശേഷമാണ് വെച്ചത്. ഇപ്പൊ നമ്മ രണ്ടാളുണ്ട് ഇപ്പോൾ ഇവിടെ. ഇനി രണ്ടെണ്ണം എത്താനുണ്ട്. അവർക്ക് വേണ്ടി മെയിൻ വെയിറ്റിംഗ് ആണ്. ഉള്ളിൽ പ്ലേ കയറുന്നില്ല സുഹൃത്തുക്കളെ, കാരണം വെച്ചാൽ നമ്മളെ ബാക്കി രണ്ടാൾ വരാനുണ്ട്. ഗൈസ്, ഈ രണ്ടെണ്ണത്തിൽ രണ്ടാണ് വെയിറ്റിംഗ്. തുടങ്ങാനായി നാലാളും. എപ്പോഴാണത്? അനുവേ സിനിമ എങ്ങനെയുണ്ട്? ഒരു പ്രതീക്ഷയില്ലാതെ വന്ന പടം. ആകാശ എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? ഹലോ ഗൈസ്, നമ്മളിപ്പോ പുതിയ സ്റ്റാൻഡ് ഉള്ളൊരു ചെറിയൊരു ചായ സ്പോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലോസ് ആവാനായി. ചായ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചായ പിടിക്കാൻ വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ബ്ലാസ്റ്റ് എന്നൊരു സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി സിനിമയാണ്. അർജുൻ സർജയുടെ ഗംഭീര ഒരു ആക്ഷൻ സിനിമയാണ്. അതായത് ആക്ഷൻ കിങ് എന്നുള്ളൊരു പദവി ആർക്കും ഇങ്ങനെ വിട്ടുകൊടുക്കുമെന്ന് തോന്നില്ല. എന്നുവെച്ചാൽ അമ്മാതിരി ആക്ഷനാണ്. പിന്നെ പടത്തെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു സ്റ്റോറി ഉണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എവിടെയും ലാഗ് അങ്ങനെ ഒന്നും അടിച്ചിട്ടില്ല എനിക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നന്നായിട്ടുണ്ട്. കാരണം വെച്ചാൽ കാട്ടാളൻ സിനിമയിലെ കുറച്ച് കുറവുകളൊക്കെ ഇതിൽ മൊത്തത്തിൽ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് രവി ബസൂർ. അതുപോലെ തന്നെ സിനിമയുടെ നമ്മളെ അർജുൻ സർജയുടെ സ്ക്രീൻ പ്രസൻസ് ഒന്നും പറയാനില്ല. അമ്മാതിരി സിനിമ. ഈ അർജുൻ സർജയുടെ ലാസ്റ്റ് സിനിമ ഞാൻ ലിയോ സിനിമയാണ് ഞാൻ ലാസ്റ്റ് കണ്ടത്. ലിയോക്ക് ശേഷം പിന്നെ കുറേ സിനിമയൊക്കെ ഞാൻ നോക്കിയിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത് മാത്രമാണ്. അടിപൊളി സിനിമ, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കുറച്ചൊക്കെ ഒരു മാസ് എലവൻസ് കുറേ ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ ഇൻ്റർവെൽ പഞ്ചിൽ ഒരു സംഭവമുണ്ട്. നമ്മളെ അർജുൻ സർജ കുറച്ച് സൈഡ് ആകുമ്പോൾ ഒരു ക്യാരക്ടർ ഒന്ന് ഇറങ്ങും. എൻ്റെ പൊന്നും, ഞാൻ അധികമൊന്നും പറയുന്നില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. എനിക്ക് ഈ സിനിമ കണ്ടിട്ട് തോന്നിയ ഒരേ ഒരു കാര്യം കേട്ടോ. വണ്ടി എടുത്ത പോരാളി, തല്ലിപ്പൊളി പാവനെ പോരാളി.